ഗുഡ് ഈവനിങ് എവരി വൺ. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു വെബിനാറിലേക്ക് വെൽക്കം ചെയ്യാണ്. വെബിനാർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ടിരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കുക. നമുക്കല്ലെങ്കിൽ ലാസ്റ്റ് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു സെഷൻ ഉണ്ട്. ആ സമയത്ത് വേണമെങ്കിൽ അപ്പൊ ചോദിക്കാം. അല്ല ഇനി ഡൗട്ട് വരുന്ന സമയത്ത് ചോദിക്കാനാണെങ്കിൽ ഓക്കെ, അപ്പൊ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചാൽ മതി. നമ്മുടെ ഫസ്റ്റ് സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ശരണ്യാണ്. അപ്പൊ ശരണ്യനെ വെൽക്കം ചെയ്യുന്നു. ശരണ്യ. ഓക്കെ അതിരാ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഏത് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നതെന്ന് ചാറ്റ് ബോക്സിൽ ഇടുമോ? ജസ്റ്റ് നിങ്ങളൊക്കെ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. BSc കമ്പ്യൂട്ടർ സയൻസ്, MSc. ഓക്കെ, ഒരുവിധം എല്ലാവരും നമ്മുടെ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ചോദിച്ചത് ഒന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വെബിനാറിൽ ആരൊക്കെ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ചോദിച്ചത്. ഇനിയിപ്പോൾ നോൺ സയൻസ് ആയാലും കുഴപ്പമില്ല, ഏത് ഫീൽഡ് ആയാലും കുഴപ്പമില്ല, നമ്മൾ ജസ്റ്റ് നമ്മുടെ അറിവിലേക്കായി ചോദിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നുള്ള വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യണത് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള ഒരു വെബിനാറാണ് നമ്മൾ കണ്ടക്ട് ചെയ്യണത്. അപ്പോൾ ഒരുവിധം പേർക്കൊക്കെ അറിയാം എന്താണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, എന്താണ് ഡെവലപ്പേഴ്സ് എന്നൊക്കെ കുറച്ച് പേർക്കൊക്കെ അറിയാം. പക്ഷെ അറിഞ്ഞു ഞാൻ എൻ്റെ പറഞ്ഞു തരാം. ഇപ്പോൾ നമുക്കറിയാം എന്താണ് ഡെവലപ്പേഴ്സ്, ഡെവലപ്മെന്റ് എന്താണ്, അവരുടെ ജോലി എന്താന്നൊക്കെ എന്താ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ആ ഡെവലപ്പറാണ്, സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്, ബാക്ക് എൻഡ് ഡെവലപ്പറാണ്. അങ്ങനെ എന്താ ഒരു ഡെവലപ്മെന്റ് ഫീൽഡിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? അതായത് എന്താണ് അവരുടെ ജോലി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഈ വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം നമ്മളെല്ലാവരും എന്താണ് ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ വേൾഡിലാണ്. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് ഡിജിറ്റലാണ്. നമ്മൾ അറിയാതെ പോലും നമ്മൾ എന്താണ് ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തോന്നും എന്താ ഇപ്പോൾ ചില കാര്യങ്ങൾ എന്ത് കാര്യങ്ങളാണെന്ന് തോന്നും. പക്ഷെ നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിയാണല്ലോ എന്ന് തോന്നും. അത്ര കണ്ട് എന്താണ് ഡിജിറ്റൽ വേൾഡിലേക്ക് നമ്മൾ അറിയാതെ പോലും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും എന്താണ് ഡിജിറ്റലായിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കുന്നത്. പണ്ട് നമ്മൾ എന്താണ് KSEB ഓഫീസിൽ പോയിട്ടാണ് കറണ്ട് ബില്ല് അടച്ചായിരുന്നത്. അവിടെ പോയി ക്യൂ നിന്ന് കറണ്ട് ബില്ല് അടയ്ക്കും. പക്ഷെ ഇപ്പൊ എന്താണ് നമുക്ക് അവരുടെ വെബ്സൈറ്റ് ഉണ്ട്, KSEBിയുടെ വെബ്സൈറ്റ് കയറിയിട്ട് അടയ്ക്കാം, ഗൂഗിൾ പേ കയറിയിട്ട് അടയ്ക്കാം. അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട് അടയ്ക്കാൻ. അതേപോലെ എന്താണ് IRCTC, അതായത് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പണ്ട് എന്തായാലും നമ്മൾ എന്താ സ്റ്റേഷനിൽ പോയിട്ട് ക്യൂ നിൽക്കണം. തത്കാൽ ടിക്കറ്റ് ആയിക്കോട്ടെ എന്തിനായിക്കോട്ടെ അവിടെ പോയി ക്യൂ നിന്ന് അതിനനുസരിച്ച് വേണം എടുക്കാം. പക്ഷെ ഇപ്പോഴും അതിനെന്താണ് സൊല്യൂഷനായി. അതിനും അവരെന്താ IRCTCയുടെ ആപ്പ് ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. നമുക്ക് അവർ ത്രൂ എന്താണ് ഗവൺമെന്റ് പോലും നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്താണ് വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണ്. നിങ്ങൾ വെബ്സൈറ്റ് വഴി ചെയ്താൽ മതി എന്നുകൊണ്ട് അവർ പോലും എന്താണ് നമുക്ക് വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്ത് തരികയാണ്. അപ്പൊ അങ്ങനെ എന്തിനും എന്താണ് വെബ്സൈറ്റ് ആണ്. അപ്പൊ ഇതുപോലുള്ള വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് വെബ് ഡെവലപ്പേഴ്സ്. നമ്മൾ നോക്കുന്ന പല കാര്യങ്ങളും എന്താണ് വെബ്സൈറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മൾ അറിയാതെ പോലും നമുക്ക് തന്നെ നമ്മളൊരു വെബ്സൈറ്റിൽ ഡിപ്പെൻഡൻ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു, നമ്മൾ എന്തെങ്കിലും സാധനം സെർച്ച് ചെയ്യാണ്. അതായത് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകണം, അവിടുത്തെ റിവ്യൂ ചിലർ ചെക്ക് ചെയ്യും. അത് നമ്മൾ അവരുടെ വെബ്സൈറ്റ് കയറി നോക്കുകയാണ്. അവരുടെ കോൺടാക്ട് നമ്പർ വേണോ, അത് നമ്മൾ എന്താണ് വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്യണം. അപ്പൊ അത്രമാത്രം നമ്മൾ എന്താണ് വെബ്സൈറ്റുകളുമായി ഡിപ്പെൻഡഡ് ആണ്. അപ്പൊ അതിനനുസരിച്ച് എന്താണ് എത്ര കണ്ട് വെബ്സൈറ്റുകൾ കൂടുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എന്താണ് വെബ് ഡെവലപ്പേഴ്സിന് ഡിമാൻഡ് കൂടുകയാണ്. ഇപ്പൊ കൂടാതെ കുറെ പേര് ഇപ്പോൾ ഓൺ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്ക് നോക്കാം, അറിയാം ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് ജ്വല്ലറി ആയിട്ടും ഡ്രസ്സ് ആയിട്ടും എല്ലാവരും എന്താണ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് പോലും എന്താണ് ഇപ്പോൾ വെബ്സൈറ്റ് ഉണ്ട്. കാരണം അവർക്കറിയാം വെബ്സൈറ്റ് ഉണ്ടെങ്കിലാണ് ആൾക്കാരുടെ അവർക്ക് കൂടുതൽ സെല്ലിങ് നടക്കണതും സെയിൽ നടക്കണതും വെബ്സൈറ്റ് ഉണ്ടെങ്കിലാണ്. അപ്പൊ അത്ര ഓൺ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ കൂടി എന്താണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് വെബ്സൈറ്റിലൂടെയാണ് ചെയ്യുന്നത്. അപ്പൊ അത്ര കണ്ട് എന്താണ് ഇമ്പോർട്ടന്റ് ആണ് വെബ്സൈറ്റ് എന്നുള്ള കാര്യം. ഈ വെബ്സൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് വെബ് ഡെവലപ്പേഴ്സ്. അത്രയും നമുക്ക് എന്താണ് ഓപ്പർച്യൂണിറ്റി ഇൻക്രീസ് ചെയ്തു വരികയാണ് വെബ് ഡെവലപ്പേഴ്സിന്. ഇനി ഇതിൽ ഇപ്പൊ നമ്മൾ വെബ്സൈറ്റ്, ഇപ്പൊ നമുക്ക് പലർക്കും അറിയില്ല എന്താണ് ഇപ്പൊ വെബ്സൈറ്റ് എങ്ങനെയാണ് വർക്ക് ആവുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. ഇത് ചെയ്യുന്ന ആൾക്കാരാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫ്രണ്ട് എൻഡും ഹാൻഡിൽ ചെയ്യും, ബാക്ക് എൻഡും ഹാൻഡിൽ ചെയ്യും. ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് എന്താണ് ഫ്രണ്ട് എൻഡ് എന്താണ് ബാക്ക് എൻഡ് എന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. ഇപ്പൊ ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റിന്റെ എന്താണോ കാണുന്നത്
അതാണ് ഫ്രണ്ട് എൻഡ്. അതായത് നമുക്കൊരു വെബ്സൈറ്റിൽ കയറി നമ്മൾ എന്താണോ നമുക്ക് വ്യൂ ആവുന്നത് അതിനെയാണ് നമ്മൾ ഫ്രണ്ട് എൻഡ് എന്ന് പറയുക. അത് ചെയ്യാൻ എന്താണ് ഒരു ടീം ഉണ്ടായിരിക്കും. അതിന്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ എന്താണ് ഒരു ടീം ഉണ്ടായിരിക്കും. അവരാണ് ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ്. ഇത് രണ്ടും കൂടിയ ആൾക്കാരാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആമസോൺ, നമ്മൾ എന്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, പല സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നത് ഇത്തരം പ്ലാറ്റ്ഫോമിലൂടെ ഇ കോമേഴ്സ് വെബ്സൈറ്റുകൾ വഴിയാണ്. അപ്പൊ ഇതിലെന്താണ് നമ്മൾ ഒരു സാധനം ഇങ്ങനെ കാണുന്ന ഒരു വ്യൂ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഫ്രണ്ട് എൻഡ് എന്ന് പറയാം. നമ്മൾ എന്താണോ കാണുന്നത് ഒരു വെബ്സൈറ്റിന്റെ വ്യൂ നമ്മൾ എന്താണോ കാണുന്നത് അതിനെയാണ് നമ്മൾ വെബ്സൈറ്റിന്റെ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഞാൻ എന്തെങ്കിലും സാധനം, എനിക്ക് വേണ്ട ഒരു സാധനം ഞാൻ ക്ലിക്ക് ചെയ്ത് എനിക്കത് വേണം, ഞാനത് ബൈ ചെയ്യാൻ വേണ്ടി കാർട്ടിലിടുന്നു. അപ്പൊ അത് കാർട്ടിൽ പോയി ഞാൻ ഇവിടെ ബൈ നൗ കൊടുത്ത് പ്രൊസീഡ് ടു പേ കൊടുത്ത് അത് ഓർഡർ ആയി. ഫ്രണ്ട് എൻഡിൽ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഈ ഓർഡർ പ്ലേസ് ആയെന്ന് മെസ്സേജ് വന്നു. ഇതെനിക്ക് കയ്യിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്തു എന്നുള്ള ഡാറ്റ എന്താണ് ഈ ആൾക്ക് ചെല്ലണം, ഇതിന്റെ ഉടമസ്ഥന് ചെല്ലണം. ഇങ്ങനെ ഒരാള് ഈ ഓർഡർ തന്നിട്ടുണ്ടെന്ന് ചെല്ലണം. ആ കാര്യങ്ങളാണ് ബാക്ക് എൻഡിൽ നടക്കുന്നത്. അതായത് എനിക്ക് ഇങ്ങനെ ഒരു ഓർഡർ വന്നിട്ടുണ്ട്, ഇത് ഞാൻ പ്ലേസ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല. പക്ഷെ അതെന്താണ് ബാക്ക് എൻഡിലാണ് നടക്കുന്നത്. അതാണ് ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ്. ബാക്ക് എൻഡിൽ നടക്കുന്ന അങ്ങനത്തെ തരം കാര്യങ്ങളാണ് ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ്. ഇത് രണ്ടും കൂടിയവരെയാണ് നമ്മൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ അപ്പൊ നമുക്കറിയാം ഇപ്പൊ എന്താണ് ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം അനുസരിച്ച് ഓരോ വർഷം കഴിയുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയിരിക്കില്ല, ടെക്നോളജി അതിനനുസരിച്ച് വളരുകയാണ്. അതിനനുസരിച്ചിട്ട് എന്താണ് നമ്മുടെ ഡെവലപ്പേഴ്സിന് ഡിമാൻഡ് കൂടി വരികയാണ്. എല്ലാവരും എന്താണ് വെബ്സൈറ്റിനെ ഡിപ്പെൻഡ് ആവുന്നതനുസരിച്ചിട്ട് അത്രയ്ക്ക് കണ്ട് എന്താണ് നമ്മുടെ വെബ് ഡെവലപ്പേഴ്സിന് ഡിമാൻഡ് കൂടി വരികയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മേൺ സ്റ്റാക്ക് ഡെവലപ്പർ. എന്താണ് ഇതിൽ വരുന്നത്, എന്താണ് സംഗതി എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇതാണ് ഫ്രണ്ട് എൻഡ്, ഇതാണ് ബാക്ക് എൻഡ് എന്ന് മനസ്സിലായി. പക്ഷെ അതിൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ആവുന്നത് അതാണ് നമ്മൾ അതിൽ പഠിക്കുന്നതാണ്. HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, റിയാക്ട് JS, നോട്ട് JS, എക്സ്പ്രസ് JS, MongoDB. നമ്മളെല്ലാം ഇത്രയും കൂട്ടിയിട്ടാണ് നമ്മൾ എന്താണ് മേൺ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് ആവുന്നത്. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം പേർക്ക് അറിയുമായിരിക്കും എന്താണ് HTML എന്ന്. ഒന്നുമില്ല, നമുക്കൊരു പേജ് വേണം. ആ പേജിന് എന്താണ് ഒരു ഹെഡിങ്, പാരഗ്രാഫ്, ഇമേജ് ഒക്കെ ഉണ്ടായിരിക്കും. അത്തരം ടാഗ്സ് വെച്ചിട്ടാണ് നമ്മളൊരു പേജ് നമ്മൾ എന്താണ് ഒരു ഫോം ഫില്ല് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പേജ്. നമ്മളൊരു ഇത്തരം ടാഗുകൾ വെച്ച് HTML ടാഗുകൾ വെച്ചിട്ടാണ് നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു സിമ്പിൾ പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതാണ് HTML വരുന്നത്. അടുത്തത് CSS. നമ്മൾ ഉണ്ടാക്കുന്ന പേജിനെ എന്താണ് നമ്മൾ സ്റ്റൈൽ ചെയ്യണം. ഇപ്പൊ ഞാനൊരു പേജ് ക്രിയേറ്റ് ചെയ്തു, ഒരു ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്തു. എനിക്ക് അതിൽ യൂസർ ID അടിക്കാൻ ഒരു ഫീൽഡ് വേണം, പാസ്വേഡ് അടിക്കാൻ ഫീൽഡ് വേണം, കൂടാതെ ലോഗിൻ ചെയ്യാൻ ഒരു ഫീൽഡ് വേണം. അപ്പൊ ഞാൻ അവിടെ ലോഗിന് എനിക്ക് എന്തെങ്കിലും ഫോണ്ടിന് സ്റ്റൈൽ കൊടുക്കാനോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും കൊടുക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്താണ് സ്റ്റൈൽ ചെയ്യാണ്. അതാണ് CSS വരുന്നത്. അടുത്ത ജാവാസ്ക്രിപ്റ്റിൽ എന്താണ് നമ്മൾ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാണ്. അതായത് നമുക്ക് ആവശ്യമുള്ള ഫങ്ഷൻസിനെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിലാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കാൽക്കുലേറ്റർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ബാക്കിൽ എന്താണ് നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആ കാൽക്കുലേറ്റർ വർക്ക് ചെയ്യുന്നത്. അതുപോലുള്ള ഫംഗ്ഷൻസിനെ ക്രിയേറ്റ് ചെയ്യാനാണ് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. കൂടാതെ റിയാക്ട് എന്താണ് റീയൂസബിൾ ആയിട്ടുള്ള കമ്പോണൻസ് ബിൽഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് റിയാക്ട്. MongoDB നമ്മുടെ ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുക. അതായത് നമ്മുടെ ഡാറ്റകളെ സ്റ്റോർ ചെയ്യാൻ നമുക്കൊരു ഡാറ്റാബേസ് വേണം. ആ ഡാറ്റാബേസിനാണ് നമ്മൾ MongoDB എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. വേരിയബിൾസ്, ഡാറ്റ ടൈപ്സ്, ഫങ്ഷൻസ്, അരേസ്, ഒബ്ജക്റ്റ്, ഇവന്റ്സ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു പ്രത്യേകതയാണ്, ആദ്യം ജാവാസ്ക്രിപ്റ്റ് നമ്മൾ വെറും ഫ്രണ്ട് എൻഡ് ലാംഗ്വേജ് ആയിട്ട് മാത്രമാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ എന്താണ് അതേപോലെ ബാക്ക് എൻഡും ഉണ്ട്. ബാക്ക് എൻഡിലും ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ജാവാസ്ക്രിപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അത് ഫ്രണ്ട് എൻഡിലും യൂസ് ചെയ്യാം, ബാക്ക് എൻഡിലും യൂസ് ചെയ്യാം. അത് നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിനുള്ളത്. പിന്നെ റിയാക്റ്റിൽ നമ്മൾ പഠിക്കുന്നത് കമ്പോണൻസ്, അതായത് പിന്നെ സ്റ്റേറ്റ് മാനേജ്മെന്റ്, യൂസ് എഫക്റ്റുകൾ, കണ്ടീഷണൽ എൻട്രിങ്, ലിസ്റ്റ് കീ. അത് നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിനെങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം, അത് ഏത് തരത്തിൽ വരണം, അതിനെ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന മെത്തേഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും അതിന് ഉപയോഗിക്കുന്ന കുറച്ച് ലിസ്റ്റ് ഉണ്ടായിരിക്കാം, സ്റ്റേറ്റുകൾ ഉണ്ടായിരിക്കാം. നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഇവന്റ് നടക്കണം, അങ്ങനത്തെ കുറച്ച് ഇവന്റ്സും കാര്യങ്ങളും അതൊക്കെയാണ് നമ്മൾ റിയാക്റ്റിൽ നമ്മൾ ഉൾപ്പെടുന്നത്. ഞാൻ പറഞ്ഞ MongoDB എന്താ ഡാറ്റാബേസ് ആണ്. അതായത് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ എന്താണ് ഡാറ്റാബേസ് വേണം. ആ ഡാറ്റാബേസ് ആണ് MongoDB. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം എന്താണ് മെയിൻ സ്റ്റാക്ക് അഥവാ എന്താണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇന്ന കാര്യങ്ങളാണ് വരുന്നത് എന്ന്. അപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മേൺ സ്റ്റാക്കിൽ എന്തൊക്കെയുണ്ട്? MongoDB ഉണ്ട്, എക്സ്പ്രസ് JS, റിയാക്ട്, നോട്ട് JS,
ചിലർക്കൊക്കെ ഇത് പരിചിതമായിരിക്കാം, ചിലർക്ക് ചില വേർഡുകൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം. പക്ഷെ എന്നാലും എന്താണ്, നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. പക്ഷെ ഇതൊക്കെ എന്താണ്, ഒന്നിലൊന്ന് കണക്റ്റഡ് ആണ്. ഇപ്പോൾ എക്സ്പ്രസ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവരെ ചിലർ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇതിനൊക്കെ എന്താണ്, അതിൻ്റെതായ യൂസേജ് നമ്മുടെ മേൺ സ്റ്റാക്കിൽ വരുന്നുണ്ട്. നമ്മൾ മോംഗോഡിബി ഡാറ്റാബേസ് ആണെന്ന് പറഞ്ഞു. എക്സ്പ്രസ് ഡേയ്സ് എന്താണ്, നോഡ് ജെഎസിന്റെ ഒരു വെബ് സെർവർ ആണ് എക്സ്പ്രസ് ഡേയ്സ്. റിയാക്ട് ഞാൻ പറഞ്ഞ പോലെ എന്താണ്, ജാവാ സ്ക്രിപ്റ്റിന്റെ ഫ്രണ്ട് എൻഡ് ലൈബ്രറിയാണ് റിയാക്ട്. നോഡ് ജെഎസോ ജാവാ സ്ക്രിപ്റ്റിന്റെ വെബ് സെർവർ ആണ് നോഡ് ജെഎസ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ്, നമ്മൾ പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റിന്റെ പുറകിൽ എന്താ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ പറഞ്ഞ കാര്യം മോംഗോഡിബി ആയിക്കോട്ടെ, എക്സ്പ്രസും റിയാക്റ്റും നോഡ് ജെഎസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പൊ ഞാൻ ഈ മോംഗോഡിബി ഡാറ്റാബേസിനാണ്, എക്സ്പ്രസ് ഡേയ്സ് ഇതിനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല എന്താണ് ഇപ്പോ ഡാറ്റാബേസ് എങ്ങനെയാണ് ഇതാവുന്നതെന്ന്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു സൈറ്റിൽ കയറിയിട്ട് എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യണം, എനിക്ക് അതിലൊരു അക്കൗണ്ട് എടുക്കണം, അതിന് ഞാൻ രജിസ്റ്റർ ചെയ്യണം. നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, സൈൻ അപ്പും സൈൻ ഇനും പറഞ്ഞ് നമ്മൾ പല വെബ്സൈറ്റിലും കാണുന്നുണ്ടായിരിക്കും. അപ്പൊ അതില് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മളുടെ പേര്, മെയിൽ ID, ഫോൺ നമ്പർ, അപ്പൊ അതിൽ എന്തൊക്കെ ഡാറ്റകളാണോ വേണ്ടത് അത് നമ്മൾ കൊടുക്കും. നമുക്ക് അതിന് വേണ്ട ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യും, അങ്ങനെ കൊടുക്കും. ഇത് രജിസ്റ്റർ ചെയ്ത ശേഷം നമുക്ക് എന്താണ്, ലോഗിൻ ചെയ്യാൻ ഒരു ഓപ്ഷൻ വരും. ഈ ലോഗിൻ ചെയ്യാൻ നമ്മൾ എന്താണ്, യൂസർ ഐഡിയും പാസ്വേഡും അടിക്കും. അപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഡാറ്റകൾ എന്താണ്, അത് ഡാറ്റാബേസിൽ പോയി സ്റ്റോർ ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന യൂസർ ഐഡിയും പാസ്വേഡും വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ യൂസർ ID പാസ്വേഡ് കൊടുത്താൽ ചെക്ക് ചെയ്യാണ്, ഇത് ഡാറ്റാബേസ് സ്റ്റോർ ആയിട്ടുള്ള ഡാറ്റയും ചെക്ക് ചെയ്യാണ്, നമ്മൾ കൊടുത്തതും ഡാറ്റാബേസിലുള്ളതും മാച്ച് ആണെന്ന് ചെക്ക് ചെയ്യാണ്. അതാണ് നമ്മുടെ ഡാറ്റാബേസിന്റെ ഇമ്പോർട്ടൻസ്. അങ്ങനെ ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഡാറ്റ മാച്ച് ആണെങ്കിൽ മാത്രമേ നമുക്ക് ലോഗിൻ ആവുള്ളൂ. അങ്ങനെയാണ് ഡാറ്റാബേസിന്റെ വരുന്നത്. നമ്മൾ എന്ത് കൊടുക്കുന്ന ഡാറ്റകളും സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാബേസിലാണ്. അതാണ് മോംഗോഡിബി. അടുത്ത് എക്സ്പ്രസ് ഡേയ്സ്. എക്സ്പ്രസ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് ആൻഡ് ഫ്രെയിംവർക്ക് ആണ് എക്സ്പ്രസ് ഡേയ്സ്. നോഡ് ജെഎസിന്റെ വെബ് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ആണ് എക്സ്പ്രസ് ഡേയ്സ് വരുന്നത്. കൂടാതെ എന്താണ്, നമ്മുടെ API ക്രിയേറ്റ് ചെയ്യാനും HTTP റിക്വസ്റ്റിൽ ഹാൻഡിൽ ചെയ്യാനും ഈ എക്സ്പ്രസ് ഡേയ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു സെർവർ ഉണ്ടാക്കി അതിന് ഒരു URL പോലത്തെ ലിങ്ക് ഉണ്ടായിരിക്കും, ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ. അതായത് ഞാനൊരു ലിങ്ക്, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി, എനിക്ക് ആ വെബ്സൈറ്റിന് എന്താണ് ഒരു ലിങ്ക് വരും, URL നമ്മളത് ഹോസ്റ്റ് ചെയ്ത് നമുക്കൊരു URL ലിങ്ക് കിട്ടും. അതിന്റെ ആ ലിങ്കുകളെ ഹാൻഡിൽ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ എന്താണ്, എക്സ്പ്രസ് ഡേയ്സ് ആണ്. കൂടാതെ എന്താണ്, ഈ എക്സ്പ്രസ് ഡേയ്സ് ഒരു സെർവർ സൈഡ് ലോജിക് ആപ്ലിക്കേഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് സെർവർ സൈഡിന്റെ ഒരു ലോജിക് ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ എക്സ്പ്രസ് ഡേയ്സ്. അടുത്ത് റിയാക്ട് ജെഎസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിയാക്ട് എന്താണ്, ഒരു ഫ്രണ്ട് എൻഡ് ലൈബ്രറിയാണ്. റിയാക്ട് വെബ്സൈറ്റിന് വേണ്ടിയുള്ള എന്താണ്, ഡൈനാമിക് ആയിട്ടുള്ള ഇന്ററാക്റ്റീവ് ഫ്രണ്ട് എൻഡ് കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. അതായത് നമുക്ക് വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നമുക്കത് എന്താണ്, ഫ്ലെക്സിബിൾ ആയിരിക്കണം, റീയൂസബിൾ ആയിരിക്കണം. അതായത് ഒരു വെബ്സൈറ്റിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കമ്പോണന്റ് നമുക്ക് അടുത്ത വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ ആവശ്യം വരണം. അങ്ങനെ ഒരുപാട് റീയൂസബിൾ കാര്യങ്ങൾ എന്താണ്, റിയാക്ട് വന്നതിന് ശേഷം നമുക്ക് സാധിച്ചിട്ടുണ്ട്. കോഡിന്റെ ലെങ്ത് കുറയ്ക്കാനും കാര്യങ്ങളൊക്കെ റിയാക്ട് വന്നതിന് ശേഷം ഉപയോഗിച്ചിട്ടുണ്ട്. റിയാക്ടിന്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ അതിന് റീലോഡിങ് കുറവാണ്. അതായത് ബാക്കിയുള്ള സംഗതികൾ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഫ്രെയിംവർക്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റിയാക്ടിന് എന്താണ്, റീലോഡിങ് കുറവാണ്. അപ്പൊ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട് എൻഡ് കമ്പോണൻസ് വേണം. അത് ക്രിയേറ്റ് ചെയ്യാൻ എന്താണ്, റിയാക്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്ത് നോഡ് ജെഎസ്. ഇപ്പൊ ഞാൻ പറഞ്ഞു എക്സ്പ്രസ് ഡേയ്സിന്റെ എന്താണ്, നോഡ് ജെഎസ് വെബ് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ആണ് എക്സ്പ്രസ് ഡേയ്സ് എന്ന്. അപ്പൊ എന്താണ് നോഡ് ജെഎസ്? ഈ നോഡ് ജെഎസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു റൺ ടൈം എൻവയോൺമെന്റ് ആണ്. അതായത് ജാവാസ്ക്രിപ്റ്റ് റൺ ആവാനുള്ള റൺ ടൈം എൻവയോൺമെന്റ് ആണ് നോഡ് ജെഎസ്. അപ്പൊ ഞാൻ പറഞ്ഞത്, അതായത് നമ്മളിപ്പോൾ റിയാക്ട് വെച്ച് നമ്മളൊരു പ്രോഗ്രാം റൈറ്റ് ചെയ്ത് നമുക്കിത് റൺ ആവണം. ഈ റൺ ആവാൻ എന്താണ്, ഒരു പ്ലാറ്റ്ഫോം വേണം. അതിന് യൂസ് ചെയ്യുന്ന റൺ ടൈം എൻവയോൺമെന്റ് ആണ് നോഡ് ജെഎസ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മേൺ സ്റ്റാക്കിൽ ഉൾപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്താണ് വെബ് ഡെവലപ്പേഴ്സിന്റെ അവർ ചെയ്യുന്ന വർക്ക്, എന്താണ് വെബ് ഡെവലപ്പേഴ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത്.
അപ്പൊ നിങ്ങൾ ഇനി മുതൽ വേണമെങ്കിൽ ഒരു വെബ്സൈറ്റ് കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കും, ഓ ഇങ്ങനെയാണല്ലേ ഇത് വർക്ക് ചെയ്യുന്നേ. ഇത്ര കാലം നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മളൊരു വെബ്സൈറ്റ് കിട്ടിയ നോക്കുന്നു വിടുന്നു അത്രയുണ്ട്. പക്ഷെ ഇനി മുതൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കും, ഓ ഇതിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഇതിങ്ങനെ പോയി സ്റ്റോർ ആവില്ല, അങ്ങനത്തെ കാര്യങ്ങൾ എന്താണ്. അപ്പൊ നമ്മൾ ഡെയിലി ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും എന്താണ് വെബ്സൈറ്റ് ഡിപ്പെൻഡഡ് ആണ്. നമ്മൾ അത് പല കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്, വെബ്സൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്, അതിൽ പല ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, ഇതുമായി റിലേറ്റഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇതിനെ കുറിച്ച് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെക്ഷൻ എടുക്കുന്നത് ഷഹലയാണ്. ഗുഡ് ഈവനിങ് ഓൾ. ഇപ്പൊ നിങ്ങൾക്ക് മേൺസ്റ്റാക്കിനെ കുറിച്ചിട്ടൊരു ധാരണ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മേൺസ്റ്റാക്ക് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയാൻ കാരണം എന്ന്. ശരണ്യ നേരത്തെ പറഞ്ഞ് ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്കിപ്പോ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന്. അതുപോലെ തന്നെ അപ്പൊ നമുക്ക് എന്താ ഒരൊറ്റ ലാംഗ്വേജ് പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഒരുപോലെ നമുക്ക് ചെയ്യാൻ. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോഡ് ജെഎസ് വരുന്നതിന്റെ മുന്നേ നമ്മൾ ബാക്ക് എൻഡിൽ യൂസ് ചെയ്തിരുന്നത് പൈത്തൺ, PHP അങ്ങനെ ലാംഗ്വേജസ് ആയിരുന്നു. അപ്പൊ നമുക്ക് രണ്ട് ലാംഗ്വേജ്, ഫ്രണ്ട് എൻഡിന് വേണ്ടിയിട്ട് വേറെ ലാംഗ്വേജ് വേണം, ബാക്ക് എൻഡിന് വേണ്ടിയിട്ട് വേറെ ലാംഗ്വേജ് വേണം. ഇപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. നമുക്കൊരൊറ്റ ലാംഗ്വേജ് വെച്ചിട്ട് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതൊക്കെ മേൺസ്റ്റാക്കിന്റെ എല്ലാതും ഓപ്പൺ സോഴ്സ് ആണ്. അതായത് നമുക്ക് ലൈസൻസ് ഫീയോ അങ്ങനെ ഒന്നുമില്ല, ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് മേൺസ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് ചെറിയ വെബ് ആപ്ലിക്കേഷൻസ് മുതൽ വലിയ വെബ് ആപ്ലിക്കേഷൻസ്, ഇപ്പോൾ വലിയ വെബ് ആപ്ലിക്കേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ആമസോൺ ഒക്കെ പോലത്തെ കൊമേഴ്സ് വെബ്സൈറ്റ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റാർട്ടപ്സും ഒക്കെ യൂസ് ചെയ്യുന്നത് മേൺസ്റ്റാക്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഇത് വെച്ചിട്ട് നമുക്കിപ്പോൾ റീയൂസബിൾ കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്മെന്റും പറ്റും. ഈ റിയാക്റ്റിനകത്ത് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് HTML ഒരു ഫയൽ വേണം, CSS ഒരു ഫയൽ വേണം, ജാവാസ്ക്രിപ്റ്റിന് അങ്ങനെ സെപ്പറേറ്റ് വേണ്ടി വന്നിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ റിയാക്റ്റിനകത്ത് തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയാണ്. അപ്പൊ അതെന്താ, ഡെവലപ്പേഴ്സിന് ഈസി ആയിട്ട് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ റീയൂസബിൾ കമ്പോണൻസ് നമ്മളിപ്പോ ആമസോണൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം, നിങ്ങൾക്ക് ഹെഡർ, നമ്മളിപ്പോ പല എബൌട്ട് അസ് അങ്ങനെ കുറെ ടാബ്സ് ഉണ്ടാവില്ലേ, അതിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ കമ്പനിയുടെ ഹെഡർ അതുപോലെ ഉണ്ടാവും, ചിലപ്പോൾ ഫൂട്ടറും അതുപോലെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ ഒരു സൈഡിൽ ഒരു ഫയലിനകത്ത് സെറ്റ് ആക്കി വെച്ചിട്ട് അതിനെ പല പേജസിലേക്ക് നമ്മൾ കോൾ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ, നമ്മൾ അവിടെ ഒന്നും പിന്നെ യൂസ് ചെയ്യേണ്ട കോഡ് പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനൊക്കെ ഒരൊറ്റ കോഡ് വെച്ച് നമുക്ക് അതിനൊക്കെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പിന്നെ മേൺസ്റ്റാക്കിന്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതൊക്കെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ്. അതുപോലെ കൊമേഴ്സ് വെബ്സൈറ്റ്സ്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര ഇതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആവാം. പിന്നെ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് പ്ലാറ്റ്ഫോംസ്, അതായത് ക്യാൻവ ഒക്കെ അല്ലേ നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ ഇത്തരം സോഫ്റ്റ്വെയർസ് ആയിട്ട് പറയുന്നത്. പിന്നെ ഓൺലൈൻ എഡ്യൂക്കേഷൻ പോർട്ടൽസ്, അതായത് മുന്നേ ഫേമസ് ആയി നിന്നിരുന്ന ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പോർട്ടലാണ് ബൈജൂസ് ആപ്പ്. അതുപോലെ തന്നെ ഇപ്പൊ സൈലം, അതായത് ഇപ്പൊ PSC ഒക്കെ എഴുതുന്ന ആൾക്കാർക്ക് നന്നായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാവും സൈലം. അതുപോലെ ഹെൽത്ത് കെയർ, അതുപോലെ ഹെൽത്ത് കെയർസ് ഇപ്പൊ ഏസ്റ്ററിന്റെ ഒക്കെ ഹെൽത്ത് കെയർ ആപ്സ് ഉണ്ട്. ഫിൻടെക് ആപ്സ് ആയിട്ടുള്ള നമ്മുടെ ജിപേ, പേയ്പാൽ പോലെയുള്ള ആപ്സ് ഒക്കെയാണ് നമുക്ക് ഫിൻടെക് ആപ്സ് ആയിട്ട്, അതായത് നമ്മൾ ബാങ്ക് ത്രൂ ഡയറക്റ്റ് പോയിട്ടല്ലാണ്ട് നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് യൂസ് ചെയ്യുന്നില്ലേ, ജിപേ ഒക്കെ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. അതൊക്കെയാണ് ഫിൻടെക് ആപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മേൺസ്റ്റാക്കിന്റെ സ്കോപ്പാണ് വരുന്നത്. മേൺസ്റ്റാക്കിന് ഇപ്പോൾ IT പ്രൊഫഷണൽസിന്റെ ഇടയിൽ മേൺസ്റ്റാക്കിന് അത്രയും ഡിമാൻഡ് കൂടാനുള്ള കാരണങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പൊ വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റാർട്ടപ്സും MNCs ഒക്കെ മോഡേൺ ടെക്നോളജി പ്രിഫർ ചെയ്യുന്ന കാരണം മേൺസ്റ്റാക്ക് മോഡേൺ ടെക്നോളജികളിൽ ഒന്നായതുകൊണ്ട് തന്നെ മേൺസ്റ്റാക്ക് ഡെവലപ്പേഴ്സിന് അത്രത്തോളം ഡിമാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് റിമോട്ട് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോറിൻ കൺട്രീസിലൊക്കെ നമുക്ക് ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും റിമോട്ടായിട്ട്. പിന്നെ നമ്മുടെ സാലറി റേഞ്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പേയ്മെന്റ്സ്, അതൊക്കെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഫ്രഷർ ടു മിഡിൽ ലെവൽ ആവറേജ് ആയിട്ടുള്ള സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 LPA to 10 LPA ആണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഡെവലപ്പേഴ്സിന് ഫ്രഷേഴ്സിന് മിനിമം കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 3 LPA to 6 LPA ആണ്. എന്തായാലും നമുക്ക് 3 LPA മസ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സിന് 12+ LPA ഉണ്ട്. അത് വെരി ചെയ്യാം, എത്ര വേണമെങ്കിലും ആവാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഫോറിൻ കൺട്രീസിൽ, അതായത് ഇന്റർനാഷണൽ പുറത്തായിട്ടാണ് നമുക്ക് ജോബ് റിമോട്ടായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ 20 LP 30 LP ഒക്കെ വാങ്ങിക്കുന്ന എത്രയോ ഡെവലപ്പേഴ്സ് ഉണ്ട്. നമുക്കറിയാം ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ IT ഹബ്സ്, നമുക്ക് കേരളത്തിൽ ഫെമിലിയർ ആയിട്ടുള്ള IT ഹബ്സ് ആണ് ഇപ്പൊ കൊച്ചി, ട്രിവാൻഡ്രം, കാലിക്കറ്റ് ഒക്കെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ് ഇപ്പൊ സൈബർ പാർക്കൊക്കെ വന്നിട്ടാണ് ഇത്രത്തോളം ഡെവലപ്ഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനിയും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കണം. കുറെ IT കമ്പനീസ് നമുക്കിപ്പോ കൊച്ചിയിലും ട്രിവാൻഡ്രം ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് പോകാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. കൊച്ചി മാത്രമല്ല, അതുപോലെ തന്നെ തൃശ്ശൂരാണെങ്കിലും ഇപ്പൊ നമുക്ക് ഇൻഫോ പാർക്കൊക്കെ വന്നിട്ടുണ്ട് കൊരട്ടിയിലൊക്കെ. അപ്പൊ അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സ്റ്റാർട്ടപ്സ് മേൺസ്റ്റാക്ക് പ്രിഫർ ചെയ്യാനുള്ള ഒരു കാരണം കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻസ് ആണെന്ന് പറഞ്ഞല്ലോ. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമുക്ക് പേയ്മെന്റ്സ് ഒന്നുമില്ല. ഇപ്പൊ മോംഗോഡിബിക്ക് ആയിക്കോട്ടെ, എക്സ്പ്രസ് ജേസിന് ആയിക്കോട്ടെ, റിയാക്റ്റിന്, നോട്ട് ജേസിന്, ഇതൊക്കെ ഓപ്പൺ സോഴ്സ് ആണ്, നമുക്ക് ഫ്രീ ടു യൂസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും പേയ്മെന്റ്സ് ഇല്ലാത്തത് കൊണ്ട് എല്ലാ സ്റ്റാർട്ടപ്സും പ്രിഫർ ചെയ്യുന്നത് മേണാണ്. അതുപോലെ തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിമോട്ട് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. അപ്പൊ റിമോട്ട് ആയിട്ട് ഡെവലപ്പേഴ്സിന് വർക്ക് ചെയ്യാനുള്ള ഒരു ഇത് അത്രത്തോളം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്കുള്ള ഡിമാൻഡ്. പിന്നെ നമുക്ക് ഗവൺമെന്റ് സെക്ടേഴ്സ് മാത്രമല്ല, പ്രൈവറ്റ് സെക്ടേഴ്സിലും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ടെക്നോളജി അത്രത്തോളം നമ്മളിപ്പോ ഡിജിറ്റൽ വേൾഡിലേക്ക് മാറിയത് കൊണ്ടാണ് ഇത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ IRCTC, അതേപോലെ തന്നെ KCBയുടെ, അങ്ങനെയൊക്കെ നമുക്ക് ഗവൺമെന്റ് സൈറ്റ് തന്നെയാണ് അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. നമ്മള് ഈ മേൺസ്റ്റാക്കിന്റെ ട്രെയിനിങ് കോഴ്സ് ഇവിടെ ചെയ്യുന്നുണ്ട് നമ്മുടെ വെബ്സോൾ ലാബ്സിനകത്ത്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ടാണ് നമ്മൾ ഈ കോഴ്സ്, ഈ ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് ഒക്കെ എങ്ങനെയാണ് പഠിച്ചു വരുന്നത്. അപ്പൊ ഒരു ഫ്രണ്ട് എൻഡിനാണെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, റിയാക്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ HTML കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് HTMLന്റെ ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള മോക്ക് ഇന്റർവ്യൂ ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ ഏത് ഭാഗത്താണോ വീക്ക് നമ്മൾ അതിനൊരു ഫീഡ്ബാക്ക് തന്ന് നിങ്ങൾ എവിടെയാണോ ഡൗൺ ആയി കിടക്കുന്നത് അവിടെ നിങ്ങൾ സ്കെയിൽ അപ്പ് ചെയ്ത് എന്നിട്ടാണ് CSSലേക്ക് വരുന്നത്. CSS കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മോക്ക് ഇന്റർവ്യൂ വെച്ച് നിങ്ങൾ എത്രത്തോളം ഡെവലപ്ഡ് ആയിട്ടുണ്ട്, നിങ്ങളുടെ സ്കിൽ എന്താണ് ഏതാണെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ വീക്കായിട്ടുള്ള ഭാഗം നമ്മൾ സ്കിൽ അപ്പ് ചെയ്തിട്ട് എടുത്തു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ സെൽഫ് ലേണിംഗ് ആണ്. സെൽഫ് ലേണിംഗ് ആണെങ്കിൽ പോലും നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവണില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു റെക്കോർഡഡ് ക്ലാസ്സസോ ഒന്നുമല്ല, നമ്മൾ അപ്പം മീറ്റ് വെച്ച് നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞ് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ പ്ലേസ്മെന്റ് സെന്റേഴ്സിലൊക്കെയാണ് വെച്ചെങ്കിൽ നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ഡെമോ പ്രൊജക്റ്റ് അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾക്ക് റിയൽ പ്രൊജക്ട്സിലാണ്, അതായത് ക്ലയന്റ് പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു തരുന്നത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ്. 6 months എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഫ്രഷർ എന്നുള്ള ലെവലിലല്ല നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങുക. ഇനി നിങ്ങൾ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രെയിനിങ് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് എന്തൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ റിയൽ വേൾഡ് പ്രൊജക്റ്റ് ആണ്, നിങ്ങളായിട്ട് ചെയ്ത് റിയൽ വേൾഡ് പ്രൊജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കോഡ് റൈറ്റ് ചെയ്യാനുള്ള എബിലിറ്റി, അതുപോലെ തന്നെ APIs ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് ചെയ്യാനുള്ള ഒരു എബിലിറ്റി. കാരണം നിങ്ങൾക്ക് അത്രത്തോളം പ്രാക്ടിക്കൽ നോളജ് ഒക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. പിന്നെ ഗിറ്റബ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കോഡൊന്നും ഡയറക്റ്റ് ആയിട്ടല്ല,
സെൻഡ് ചെയ്യുക. അത് നമ്മൾ ഗിറ്റ് ഹബ് എന്ന് പറഞ്ഞ ഒരു കൺട്രോൾ വേർഷൻ ഉണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ പുഷ് ചെയ്യും. പിന്നെ അത് നമ്മൾ തിരിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ക്ലോൺ ചെയ്യാം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക? കാരണം ഇത് നമ്മൾ ഒരു പ്രാവശ്യമൊന്നല്ല, അല്ലെങ്കിൽ ഒരു ഒറ്റ പ്രാവശ്യം ഒരു പ്രൊജക്ട് ചെയ്ത് നമ്മൾ പുഷ് ചെയ്യാൻ, അപ്പൊ അത് കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. ഇത് അങ്ങനെയല്ല, നമ്മൾ അത്ര എക്സ്പീരിയൻസ്ഡ് ആവണം. അത്രത്തോളം നമ്മൾ വർക്ക് നമ്മൾ 1-2 പ്രാവശ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ചിട്ട് കൂടുതൽ നോളജ് വരിക. അത്രത്തോളം നിങ്ങളെ എക്സ്പേർട്സ് ആക്കിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് വിടാറ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ പേഴ്സണൽ പോർട്ട്ഫോളിയോ ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതാണെങ്കിലും ഫ്രഷേഴ്സിനാണെങ്കിലും ജോബ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോമിൽ റിക്വയർമെന്റ്സിൽ കാണുന്ന ചില കമ്പനീസ് റിക്വയർമെന്റ്സിൽ ഇടുന്ന കാര്യങ്ങളാണ് പേഴ്സണൽ പോർട്ട്ഫോളിയോ. ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ നമ്മളെ ഇന്റർവ്യൂവിന് തന്നെ സെലക്ട് ചെയ്യുക. അപ്പൊ അതിൽ നമുക്ക് ചിലപ്പോൾ എത്രത്തോളം 2-3 ഇൻപുട്ട് ഫീൽഡ്സ് ഉണ്ടാവും നമ്മൾ ചെയ്ത പ്രൊജക്ട്സിന്റെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ധൈര്യമായിട്ട് വെക്കാം. ഒരു ഡെമോ പ്രൊജക്റ്റോ അങ്ങനെയൊന്നും അല്ല, നമുക്ക് ക്ലയൻസ് പ്രൊജക്ട് തന്നെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണോ ഒരു കമ്പനിയിൽ എങ്ങനെയാണോ നമ്മൾ ഫോളോ ചെയ്യുക, അതായത് നമുക്ക് ഇവിടെ മോർണിംഗ് മീറ്റും കാര്യങ്ങളൊക്കെ വെച്ച് എങ്ങനെയാണോ ഒരു കമ്പനിയിൽ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു ക്ലാസ് അതുപോലല്ല, ഒരു കമ്പനിയിൽ നമ്മൾ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ആ സ്ട്രാറ്റജിയാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് പ്ലസ് പോയിന്റ്സ് ആണ്. ഇതൊന്നും നിങ്ങൾക്ക് സാധാ ഒരു പ്ലേസ്മെന്റ് സെന്ററിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ കിട്ടുന്ന കാര്യമല്ല. ഇനി അടുത്ത സെഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആതിരനെ ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് എവരിവൺ. അപ്പൊ ഞാനിവിടെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ് കൂടുതൽ, വെബ്സോൾ ലാബ്സിന്റെ ട്രെയിനിങ് പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മളിവിടെ ഒരു 6 months ട്രെയിനിങ് പ്രോഗ്രാം ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഫുള്ളി റിമോട്ട് ആയിട്ട്, വർക്ക് ഫ്രം ഹോം ആയിട്ട് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് നമുക്കൊരു ചെറിയൊരു ഫീ വരുന്നത് 10,000 ആണ്. 6 monthsലേക്ക് 10,000 ഓൺലി ആണ് നമ്മുടെ ഫീ വരുന്നത്. അതേപോലെ നമ്മൾ ഈ 6 months കംപ്ലീറ്റ് ആക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്. ഈ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നേരത്തെ ഷഹല പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മൾ 6 months നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നമ്മളൊരു ജോബിന് പോകുന്ന സമയത്ത് അവിടെ നമ്മളൊരു ഫ്രഷർ ആയിട്ടല്ല, നമുക്കൊരു 6 monthsന്റെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ കയ്യിലുണ്ട്. എന്നുവെച്ചാൽ നമ്മളിവിടെ ചെയ്യുന്നത് റിയൽ ക്ലയന്റ് പ്രോജക്ട്സ് ആണ്. ലൈവായിട്ട് നമുക്ക് പ്രോജക്ട്സ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് കൂടുതൽ കിട്ടുന്നത്. അതേപോലെ തന്നെ പ്ലേസ്മെന്റ് സപ്പോർട്ടും മെന്റർഷിപ്പും കാര്യങ്ങളൊക്കെ, 1-on-1 മെന്റർഷിപ്പും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഇപ്പൊ ഈ കരിയർ ഗ്യാപ്പ് ഉള്ളവര്, അല്ലെ കരിയർ സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര്, ഇവർക്കൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലാണ് നമ്മളിവിടെ നമ്മുടെ ഒരു സിലബസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഫ്രം സ്ക്രാച്ച് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവരെ ഒരു ജോബിലേക്ക് എങ്ങനെ ഇറങ്ങാം എന്നുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ വെബ്സോൾ ലാബ്സിന്റെ ട്രെയിനിങ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ നമ്മൾ പറഞ്ഞു ഇവിടെ സെൽഫ് ലേണിംഗ് ആണ് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, സെൽഫ് ലേണിംഗ് ആണെങ്കിൽ പിന്നെ എന്തിനു നമ്മൾ ഈ 10,000 അല്ലെ ഇങ്ങനെ ഒരു ഫീ കൊടുത്തിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ളത്. ഈ സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു നമുക്കൊരു വലിയൊരു സ്കില്ല് കൂടിയാണ് ഈ സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഇപ്പം പ്രത്യേകിച്ചും ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ കാര്യങ്ങളാണ് ഓരോ ദിവസവും കഴിയുന്തോറും പുതിയ ഇപ്പൊ എഐയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പൊ ഉള്ളത്. അപ്പൊ ഓരോ ദിവസം കഴിയുന്തോറും പുതിയ ടെക്നോളജീസ്, പുതിയ ഡെവലപ്മെന്റ്സും കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ നമ്മളൊരു സ്പൂൺ ഫീഡിങ് പോലെ അല്ലെ അങ്ങനെ പഠിക്കുന്നതിന് പകരം സെൽഫ് ലേണിംഗ് ആയിട്ട് നമ്മൾ പഠിക്കുവാണെങ്കിൽ ഇതേപോലെ ഓരോ പുതിയ കാര്യങ്ങൾ വരുമ്പോഴും അത് നമുക്ക് തന്നെ പഠിച്ചെടുക്കാനുള്ള ആ ഒരു സ്കില്ല് കൂടെയാണ് നമുക്ക് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ കിട്ടുന്നത്. അപ്പം ഈ ഒരു 6 months കഴിയുമ്പോഴേക്കും പിന്നെ എവിടെയാണെങ്കിലും ഇതേപോലെ പുതിയ കാര്യങ്ങൾ വരുന്ന സമയത്തും നമുക്ക് സ്വന്തമായിട്ട് അത് പഠിച്ചെടുക്കാനും അല്ലെ ആ ഒരു ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കില്ല് കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞു, നമ്മുടെ റെസ്യൂമിലും സിവിയിലൊക്കെ ആഡ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് നമുക്കൊരു ആഡ് ഓൺ ആയിട്ട് തന്നെയാണ്. അതേപോലെ ഓരോ സെഷൻസ്, ഓരോ ടോപ്പിക്സ് കഴിയുമ്പോഴും നമുക്ക് മോക്ക് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പം ആ ഒരു നമുക്ക് ഇന്റർവ്യൂസിനോടുള്ള ഒരു പേടി അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു പ്രശ്നം, അതൊക്കെ നമുക്ക് ഈ ഒരു എപ്പോഴും ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു പേടിയൊക്കെ മാറും. അപ്പൊ അങ്ങനത്തെ മോക്ക് ഇന്റർവ്യൂസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഫസ്റ്റ് ഒരു ജോബിലേക്ക് കയറാനുള്ള എല്ലാ തരത്തിലുള്ള കരിയർ സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് വെബ്സോൾ ലാബ്സിന്റെ ട്രെയിനിങ്ങിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇത്രയാണ് നമ്മുടെ ഒരു വെബിനാറിന്റെ സെഷൻ വരുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ
അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി ചാറ്റ് ബോക്സിൽ ഇടുവാണെങ്കിലും കുഴപ്പമില്ല. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. ഹലോ, ഇതിന്റെ ഡിപ്ലോയ്മെന്റ് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? എന്താണ് അനസ്? നമ്മള് ഈ പ്ലേ സ്റ്റോറിലേക്ക് ആപ്പ് സ്റ്റോറിലേക്ക് ഹലോ നമ്മുടെ കേൾക്കാം കേട്ടോ. നമ്മുടെ ഡിപ്ലോയ്മെന്റ് നമ്മളിവിടെ നമ്മളൊരു ബിഗിനർ ലെവൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വെർസൽ പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ ആണ് നമ്മൾ മോസ്റ്റ്ലി ഇവിടെ പഠിപ്പിക്കുക. മാത്രമല്ല നമ്മൾ AWSൽ എസ്പെഷ്യലി AWSൽ ഈസി ടു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ആക്ച്വൽ പ്രൊഡക്ഷൻ ഗ്രേഡ് വെബ്സൈറ്റ് ഡെപ്ലോയ് ചെയ്യേണ്ടത് എന്നുള്ളതും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. AWS ആണ് നമ്മൾ മേജറായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ വെർസലും നെറ്റ്ലിഫൈ പോലെയുള്ള ചെറിയ പ്ലാറ്റ്ഫോംസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, എസ്പെഷ്യലി ഷെയർഡ് ഹോസ്റ്റിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ. ഇതിന്റെ CI/CD അറിയാമോ? ഡെവോപ്സ് കാര്യങ്ങളെ കുറിച്ച് അറിയാമോ? CI/CD നമ്മൾ ഗിറ്റബിന്റെ പൈപ്പ് ലൈൻസ് ബിൽഡ് ചെയ്യുക, ആക്ഷൻസിൽ കേട്ടിട്ടുണ്ടോ? ഇല്ല, നമ്മള് AWSനെ കുറിച്ച് നോക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൺസ് ഇപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്ഷൻ ഗ്രേഡ് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ അത് ഷിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു CI/CD പൈപ്പ് ലൈൻ ബിൽഡ് ചെയ്യും ബേസിക്കലി. അപ്പോൾ CI/CD എന്നൊക്കെ പറയുന്നത് ബേസിക്കലി ഒരു ഡെവോപ്സ് ടീമിന്റെ ഒരു പാർട്ടാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇതിന്റെ കൂടെ തന്നെ കവർ ചെയ്തു പോകും. ഇപ്പം നമ്മൾ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഇതിനെ CI/CD പൈപ്പ് ലൈൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു ആ ഒരു കോഡ് റൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ AWSന്റെ ഫ്രീ സർവീസ് നമുക്ക് ഫ്രീ ടയർ അവൈലബിൾ ആണ്. AWSൽ നമുക്ക് ഫ്രീ ടയർ അവൈലബിൾ ആണ്. അത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ഡെപ്ലോയ്മെന്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഇവിടെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇങ്ങനെയാണ് നമ്മളൊരു പ്രൊഡക്ഷൻ ഗ്രേഡ് നമ്മൾ ഷിപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. വേറെന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ? ഓക്കെ, നമ്മളൊരു ഫോം ഇതിനെ ചാറ്റിനകത്ത് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ജസ്റ്റ് ആ ഫോം ഒന്ന് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് ആണ്. ഫോം ഒന്ന് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അനസ്, മഞ്ജു, ദൃശ്യ. ഓക്കെ, ഈ കോൺടാക്ട് നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയണം, അതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. എല്ലാവർക്കും ക്ലിയർ ആണ്? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. വേറെ കൂടുതലായിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനോ പറയാനോ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു വെബിനാറിന് ജോയിൻ ചെയ്ത എല്ലാവർക്കും വെബ്സോൾ ലാബ്സിന്റെ പേരിൽ ഒരു താങ്ക്സ് അറിയിക്കുകയാണ്. എല്ലാവരും ഫീഡ്ബാക്കും ഫിൽ ചെയ്തതിന് ശേഷം മാത്രം ലീവ് ചെയ്യണം. താങ്ക് യു ആതിര. താങ്ക് യു സോ മച്ച്. താങ്ക് യു.